ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വന്ന് ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും എന്ന് നമ്മൾ ബൈബിളിൽ കൂടെ നോക്കിയാൽ പല ഭാഗത്തും കാണാൻ പറ്റും. 2 ശമൂവേലിൻ്റെ പുസ്തകം 6-ാം അധ്യായത്തിൽ ഇത് ദാവീദ് സമാഗമന കൂടാരം എടുത്തുകൊണ്ട് വരാൻ പോയ രംഗമാണ്. അതിൻ്റെ 6 മുതൽ 11 വരെ വായിക്കുന്നു. അവർ നാക്കോൻ്റെ മെതിക്കളത്തുങ്കൽ എത്തിയപ്പോൾ കാള വിരണ്ടതിനാൽ ഉസ കൈനീട്ടി യഹോവയുടെ പെട്ടകം പിടിച്ചു. അയാളുടെ ഈ അവിവേകം മൂലം യഹോവയുടെ ക്രോധം ഉസയുടെ നേരെ ജ്വലിച്ചു. ദൈവകരം അയാളെ സംഹരിച്ചു. അയാൾ ദൈവത്തിൻ്റെ പെട്ടകത്തിന് സമീപം മരിച്ചു വീണു. യഹോവയുടെ ക്രോധം ഉസയുടെ മേൽ പതിച്ചതിനാൽ ദാവീദ് ദുഃഖിതനായി. ആ സ്ഥലം ഇന്ന് വരെയും പെരസ് ഉസ എന്ന് വിളിക്കപ്പെടുന്നു. അന്ന് ദാവീദിന് യഹോവയോട് ഭയം തോന്നി. യഹോവയുടെ പെട്ടകം എൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുന്നത് എങ്ങനെയെന്ന് അദ്ദേഹം വിചാരിച്ചു. യഹോവയുടെ പെട്ടകം ദാവീദിൻ്റെ നഗരത്തിൽ തൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്നതിന് അദ്ദേഹം താല്പര്യപ്പെട്ടില്ല. മറിച്ച് ഗിത്യനായ ഒബേദ് എദോമിൻ്റെ ഭവനത്തിൽ അത് കൊണ്ടുപോയി വെച്ചു. ഗിത്യനായ ഒബേദ് എദോമിൻ്റെ ഭവനത്തിൽ പെട്ടകം 3 മാസം ഇരുന്നു. യഹോവ അയാളെയും അയാളുടെ കുടുംബത്തെയും അനുഗ്രഹിച്ചു. ദൈവത്തിൻ്റെ പെട്ടകം നിമിത്തം യഹോവ ഒബേദ് എദോമിൻ്റെ കുടുംബത്തെയും അയാൾക്കുള്ള സകലത്തെയും അനുഗ്രഹിച്ചിരിക്കുന്നു എന്ന് ദാവീദിന് അറിവ് കിട്ടി. അതായത് ഗിത്യനായ ഒബേദ് എദോമിൻ്റെ ഭവനത്തിൽ പെട്ടകം 3 മാസം ഇരുന്നു. യഹോവ അയാളെയും അയാളുടെ കുടുംബത്തെയും അനുഗ്രഹിച്ചു. ഇതിനകത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ഒരു ദേവദാസനോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ വിശ്വാസികൾ എന്ന് പറയുന്നവർ മാന്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ജോലിക്കാരനാണെന്നോ ഇലക്ട്രിസിറ്റി ബോർഡിലെ എഞ്ചിനീയർ ആണെന്നോ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആണെന്നോ ലൈമാൻ ആണെന്നോ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പ്ലഗിനകത്ത് കൊണ്ടേ ആണിയിട്ടാൽ കറണ്ടിൻ്റെ തനിസ്വഭാവം കാണിക്കും. എന്ന് പറഞ്ഞാൽ ഇലക്ട്രിസിറ്റി ബോർഡ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആണെന്നൊന്നും പറഞ്ഞ് കറണ്ട് വിടുകയില്ല. ആണി പ്ലഗിനകത്ത് കൊണ്ട് ഇട്ടാൽ ആ ആണി കൂടെ കറണ്ട് കയറി വന്ന് ആ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ അടിച്ച് കൊല്ലും. അത് ഇത് ദൈവത്തോടടുത്ത് ചെല്ലുന്ന വിശ്വാസിക്ക് ഒരു ബോധ്യം ഉണ്ടായിരിക്കണം. അടുത്ത് ചെല്ലേണ്ട പോലെ ചെന്നില്ലെങ്കിൽ, ഇവിടെ എഴുതിയേക്കുന്നത് യഹോവയുടെ ക്രോധം ഉസയുടെ മേൽ പതിച്ചതിനാൽ ദാവീദ് ദുഃഖിതനായി എന്ന് പറഞ്ഞാൽ അതിൻ്റെ 7-ാമത്തെ വാക്യം പറയുന്നു, അയാളുടെ അവിവേകം മൂലം യഹോവയുടെ ക്രോധം ഉസയുടെ നേരെ ജ്വലിച്ചു. ദൈവകരം അയാളെ സംഹരിച്ചു. അയാൾ ദൈവത്തിൻ്റെ പെട്ടകത്തിന് സമീപം മരിച്ചു വീണു. അതായത് ഈ പുത്രനായ യേശുക്രിസ്തു ഇടയ്ക്ക് നിൽക്കുന്നതുകൊണ്ടാണ് പലതിനെയും കൊല്ലാത്തത്. ഇന്ന് നന്നാകും, നാളെ നന്നാകും, 1 വർഷം കൂടെ നീട്ടിക്കൊടുക്കുക എന്നുള്ള ഒരു പദ്ധതി ഈ പുത്രനായ യേശുക്രിസ്തുവും കാൽവരി യാഗമൊക്കെ ഇടയ്ക്കുള്ളത് കൊണ്ടാണ്. അല്ലാതെ ആരെയും പേടിച്ചിട്ടൊന്നുമല്ല. പല സാധനങ്ങളുടെയും പല പ്രവർത്തികളെയും ദൈവം കട്ടാൻട്രായി എതിർക്കാത്തത്, പെട്ടെന്ന് തത്സമയം പരിഹാരം അല്ലെങ്കിൽ അതിന് മറുപടി കൊടുക്കാത്തത് യേശു ഇതിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്നതുകൊണ്ടാണ്. അത് ദൈവത്തിൻ്റെ ഒരു ബലഹീനതയായിട്ട് ആരും കാണരുത് എന്നൊരു ഭാഗം കൂടി ഇതിനകത്തുണ്ട്. ഒബേദ് എദോമിൻ്റെ കുടുംബത്തെയും അയാൾക്കുള്ള സകലത്തെയും അനുഗ്രഹിച്ചു. അതായത് ദൈവത്തിൻ്റെ പെട്ടകം ഇരിക്കുന്ന സ്ഥലത്തെ, ആളിനെ, വസ്തുവകകളെ, കുടുംബത്തെ, സകലത്തെയും ദൈവം അനുഗ്രഹിക്കും എന്നതാണ് ദൈവവചനത്തിൻ്റെ വ്യവസ്ഥ. ഈ ആവർത്തന പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യം, അത് മലയാളം ബൈബിളിലൊന്നും അത് അത്ര കറക്റ്റൊന്നും അല്ല. അതിൻ്റെ തർജിമ 4:7 പറഞ്ഞേക്കുന്നത്, നമ്മുടെ ദൈവമായ യഹോവയോട് നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെയും ദൈവമായ യഹോവ നമ്മോട് സമീപസ്ഥനായിരിക്കുന്നത് പോലെ ദൈവം ഇത്ര അടുത്തിരിക്കുന്ന ശ്രേഷ്ഠജാതി വേറെ ഏതുള്ളൂ. നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെയും ദൈവമായ യഹോവ നമ്മോട് സമീപസ്ഥനായിരിക്കുന്നത് പോലെ എന്ന് പറഞ്ഞാൽ വിളിച്ചപേക്ഷിക്കുമ്പോൾ സമീപസ്ഥനാകും, വിളിച്ചപേക്ഷിക്കുമ്പം സമീപസ്ഥനായിരിക്കും. സത്യവേദ പുസ്തകം പറയുന്നത് വിളിച്ചപേക്ഷിക്കുമ്പോൾ അടുത്തിരിക്കും എന്ന് പറഞ്ഞാൽ അവിടെ ഇരിക്കുന്ന കാര്യമല്ല, പറഞ്ഞാൽ അടുത്തെത്തും. ദൈവം സമീപം വന്നപ്പോൾ അബ്രഹാം എന്ത് ചെയ്തെന്ന് ഉൽപ്പത്തി പുസ്തകം 17:1 മുതൽ 3 വരെ വാക്യം വായിച്ചാൽ, ഉൽപ്പത്തി പുസ്തകം 17:1 മുതൽ 3 വരെയുള്ള വാക്യം വായിച്ചാൽ, അബ്രഹാമിന് 99 വയസ്സായപ്പോൾ യഹോവ പ്രത്യക്ഷനായ അദ്ദേഹത്തോട്, ഞാൻ സർവ്വശക്തനായ ദൈവമാകുന്നു, നീ എൻ്റെ മുമ്പാകെ നടക്കുക, നിഷ്കളങ്കനായിരിക്കുക, എനിക്കും നിനക്കും തമ്മിലുള്ള നിയമം ഞാൻ ഉറപ്പിക്കുകയും നിന്നെ അത്യധികമായി വർദ്ധിപ്പിക്കുകയും ചെയ്യുമെന്ന് അരുളി ചെയ്തു. അബ്രാം സാഷ്ടാംഗം വീണു എന്നെഴുതിയേക്കുന്നത്. അതായത് ദൈവം സമീപസ്ഥനായിരിക്കുമ്പോൾ, ദൈവത്തെ വിളിച്ചപേക്ഷിക്കുമ്പോൾ, അവൻ സമീപം വരുമ്പോൾ അബ്രഹാം എന്താ ചെയ്തേ? വിശ്വാസികളുടെ പിതാവായ അബ്രാം എന്താ ചെയ്തേ? അദ്ദേഹം ദൈവത്തിൻ്റെ മുമ്പിൽ സാഷ്ടാംഗം വീണു.
പുറപ്പാട് പുസ്തകത്തിൻ്റെ 20-ാം അധ്യായത്തിൻ്റെ 24-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയേക്കുന്നു. അത് ആ വാക്യത്തിൻ്റെ അവസാനമാണ് എഴുതിയേക്കുന്നത്. എൻ്റെ നാമം ആദരിക്കപ്പെടുവാൻ ഞാൻ ഇടയാക്കുന്നിടത്തെല്ലാം ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. മൊത്തം വാക്യം എഴുതിയാൽ, മണ്ണ് കൊണ്ടൊരു യാഗപീഠം നിങ്ങൾ എനിക്കായി നിർമ്മിക്കണം, അതിന്മേൽ വഴിപാടുകൾ, ഹോമയാഗം, അതിന്മേൽ നിങ്ങളുടെ ഹോമവസ്തുക്കൾ, സമാധാന വഴിപാടുകൾ, ചെമ്മരിയാടുകൾ, കോലാടുകൾ, കന്നുകാലികൾ എന്നിവ അർപ്പിക്കുവിൻ. അത് പഴയ നിയമ കാലഘട്ടത്തിൽ അർപ്പണമാണ്. എൻ്റെ നാമം ആദരിക്കപ്പെടുവാൻ ഞാൻ ഇടയാക്കുന്നിടത്തെല്ലാം ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും എന്ന് എഴുതിയിരിക്കുന്നു. ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും എന്ന് എഴുതിയിരിക്കുന്നു. ഇനി മത്തായി സുവിശേഷത്തിനകത്ത് അതിൻ്റെ 6:5 മുതലുള്ള വാക്യങ്ങളിൽ, പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ കപടഭക്തരെ പോലെ ആകരുത്, മനുഷ്യൻ കാണുന്നതിന് വേണ്ടി പള്ളികളിലും തെരുക്കോണുകളിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കാൻ അവർ ഇഷ്ടപ്പെടുന്നു, അവർക്ക് അവരുടെ പ്രതിഫലം പൂർണ്ണമായി ലഭിച്ചു കഴിഞ്ഞു എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. എന്നാൽ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ മുറിയിൽ പ്രവേശിച്ച് കതകടച്ച് നിങ്ങളുടെ അദൃശ്യനായ പിതാവിനോട് പ്രാർത്ഥിക്കുവിൻ. അപ്പോൾ രഹസ്യത്തിൽ ചെയ്യുന്നത് കാണുന്ന നിങ്ങളുടെ പിതാവ് നിങ്ങൾക്ക് പ്രതിഫലം തരും. 7-ാമത്തെ വാക്യം പറയുന്നത്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ വിജാതിയരെ പോലെ വൃഥാ ജൽപ്പനം ചെയ്യരുത്, അതിഭാഷണത്താൽ പ്രാർത്ഥന കേൾക്കപ്പെടുമെന്നാണ് അവരുടെ വിചാരം. അവരെ പോലെ ആകരുത്. എന്തെന്നാൽ നിങ്ങൾ അപേക്ഷിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ ആവശ്യം എന്തെന്ന് നിങ്ങളുടെ പിതാവ് അറിയുന്നുണ്ട്. അപേക്ഷിക്കുന്നതിന് മുമ്പ് തന്നെ ഇതിൻ്റെ ഉദ്ദേശം എന്താണ്, എന്തിനാണ് നടക്കുന്നതെന്ന് എഴുതിയിട്ടുണ്ട്. പുറപ്പാട് പുസ്തകം 20-24 പറയുന്നത്, അവൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നിടത്ത് വന്ന് മറുപടി നൽകും. 2 ശമൂവേൽ 6:11 പറയുന്നത്, അവൻ്റെ സാന്നിധ്യം വന്നിരിക്കുന്നിടത്തുള്ളതിനെ മുഴുവൻ അവൻ അനുഗ്രഹിക്കും. ഉൽപ്പത്തി പുസ്തകം 17:3 പറയുന്നത്, അങ്ങനെ അവൻ വരുന്നിടത്ത് വീണ് നമസ്കരിക്കണം. ഈ വെളിപ്പാട് പുസ്തകത്തിൻ്റെ 4:8 മുതൽ 10 വരെയും 5-ാം അധ്യായത്തിൻ്റെ 12 മുതൽ 14 വരെയൊക്കെ എഴുതിയേക്കുന്നത്, 5:12 മുതൽ 14 വരെ എഴുതിയേക്കുന്നത്, അവർ അത്യുച്ചത്തിൽ ഇപ്രകാരം പാടി, അറുക്കപ്പെട്ട കുഞ്ഞാട് ശക്തിയും ധനവും ജ്ഞാനവും ബലവും മാനവും മഹത്വവും സ്തോത്രവും സ്വീകരിപ്പാൻ യോഗ്യൻ. അതിൻ്റെ താവോട്ട് എഴുതിയേക്കുന്ന മൂപ്പന്മാരെല്ലാം വീണ് നമസ്കരിച്ചു എന്നാണ് എഴുതിയേക്കുന്നത്. 14-ാമത്തെ വാക്യം പറയുന്നത്, 4 ജീവികളും ആമേൻ എന്ന് പറഞ്ഞു, മൂപ്പന്മാർ വീണ നമസ്കരിച്ചു. ഈ മൂപ്പന്മാരെന്ന് പറയുന്നത് മനുഷ്യനാണ് എന്നതിന് ആർക്കെങ്കിലും തർക്കം ഉണ്ടെങ്കിൽ അതിനും പിന്നെ ബൈബിളെല്ലാം തപ്പിപ്പോണം. മൂപ്പന്മാർ വീണ നമസ്കരിച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ട് മുറിയിൽ കടന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ വീണ് നമസ്കരിക്കുന്നെങ്കിൽ അവിടെ വന്ന് അവൻ നമ്മളെ അനുഗ്രഹിക്കും. ആവർത്തനം 4:7. ഇത് കൃത്യമായിട്ട് മനസ്സിലാകുന്നത് തമിഴ് ബൈബിളിൽ നിന്ന് ഇത് പഠിച്ച് വരുമ്പോഴാണ് കൃത്യമായിട്ട് മനസ്സിലാകുന്നത്. ആവർത്തനം 4:7 വന്ന് അനുഗ്രഹിക്കും. ആവർത്തനം 4:7 ഒരിക്കൽ കൂടെ വായിക്കാം. 4-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യം പറയുന്നു, നമ്മുടെ ദൈവമായ യഹോവയോട് നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെയും ദൈവമായ യഹോവ നമ്മോട് സമീപസ്ഥനായിരിക്കുന്നത് പോലെ ദൈവം ഇത്ര അടുത്തിരിക്കുന്ന ശ്രേഷ്ഠ ജാതി വേറെ ഏതോ. അത് വിളിച്ചപേക്ഷിക്കുമ്പോൾ അടുത്ത് വരുന്ന ദൈവം. ഈ ദൈവസാന്നിധ്യം വസിക്കുമ്പോൾ ഒബെദ് എദോമിനെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും അദ്ദേഹത്തിനുള്ള സകലത്തെയും ദൈവം അനുഗ്രഹിച്ചു. അങ്ങനെയാണെങ്കിൽ പഴയ നിയമ കാലഘട്ടത്തിൽ സമാഗമന കൂടാരം എന്ന ദൈവസാന്നിധ്യം വന്നിരിക്കുന്ന സ്ഥലത്തെയും അദ്ദേഹത്തിനുള്ള സകലത്തെയും അനുഗ്രഹിച്ചെങ്കിൽ, ഈ കാലഘട്ടത്തിൽ നമ്മൾ വീണ് നമസ്കരിക്കുമ്പോൾ, ഇത് വെളിപ്പാട് പുസ്തകത്തിലുണ്ടത് വ്യക്തമായിട്ട്, സ്വർഗത്തിലെ ആരാധന എങ്ങനെയാന്ന്. അങ്ങനെയാണ് ഞാൻ നിങ്ങളായിരിക്കുന്നിടത്ത് വന്ന് നമസ്കരിക്കും, വന്ന് അനുഗ്രഹിക്കും. നിങ്ങൾ നമസ്കരിക്കുമ്പോൾ ഞാൻ നിങ്ങളെ വന്ന് അനുഗ്രഹിക്കും. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാനൊരു സാക്ഷ്യമായിട്ട് പറയട്ടെ. ജീവിതത്തിലെ ഏറ്റവും വലിയ നിർണായകമായ ഘട്ടങ്ങളിലൂടെയാണ് കഴിഞ്ഞ ചില മാസങ്ങൾ ഞാൻ കടന്നുപോയത്. ഞാൻ ആ ജോലി എടുത്ത സുവിശേഷ വേല ചെയ്തിരുന്ന ആളാണ്. പക്ഷേ അവസാനം വന്നപ്പോൾ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ എൻ്റെ വീട് പോലും ബാധ്യതയ്ക്കകത്ത് പെട്ടുപോയ സാഹചര്യത്തിൽ കർത്താവിൻ്റെ സന്നിധിയിൽ വീണ് നമസ്കരിച്ചു. 40 ദിവസത്തെ ഉപവാസത്തോടു കൂടി ദൈവസന്നിധിയിൽ വീണ് നമസ്കരിച്ച് കഴിഞ്ഞപ്പോൾ ദൈവം വലിയ ചില അത്ഭുതങ്ങൾ ചെയ്തു. പക്ഷേ അത്ഭുതങ്ങൾ ചെയ്തപ്പോൾ അതിനെതിരെ പിശാച് ആയ പണിയെടുത്തു. അതിന് ചില വ്യക്തികളെയൊക്കെ ഉപയോഗിച്ചു. പക്ഷേ ഒക്കെ ഉപയോഗിച്ചെങ്കിലും ദൈവം അത്ഭുതകരമായ ജയം നൽകി. ആ വിഷയത്തിലൂടെ ദൈവം പുറത്തു കൊണ്ടുവന്നു. കുറേ ആളുകളൊക്കെ ഫ്രോഡെന്നൊക്കെ എന്നെ വിളിച്ചെങ്കിലും, കുറേ ആളുകൾ അവർക്കറിയാവുന്ന സംവിധാനം അനുസരിച്ച് അവർ ഫ്രോഡെന്ന് വിളിച്ചു. പക്ഷേ
സത്യമായി നിന്നപ്പോൾ ദൈവം അത്ഭുതകരമായി വിടുവിച്ചത് കൊണ്ടാണ് ഞാനിത് വീണ്ടും 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 പറയുന്നത്. ഞാൻ നിങ്ങളോട് പേഴ്സണലായിട്ട് പറയട്ടെ, നിങ്ങളുടെ മുറിയിൽ കടന്ന് കതകടച്ച് ഒരു പായെടുത്ത് വിരിച്ച് സാഷ്ടാംഗം വീണ് അവനെ നമസ്കരിച്ചാൽ ആദ്യം നിങ്ങളുടെ ഭയം മാറും. ഞാൻ പറയുന്നത് ഇന്നത്തെ മിക്ക നേതാക്കന്മാരും ഇത് ചെയ്യുന്നുണ്ട്. അവർ രാത്രി 12-നും 3-നും ഇടയ്ക്കുള്ള സമയത്താണ് ചെയ്യുന്നത്. അവർ മിക്കരും ഇത് ചെയ്യുന്നുണ്ട്. അവർ ജനത്തിനെ പഠിപ്പിക്കുന്നില്ല. പഠിപ്പിക്കാത്തതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ജനം ഇത് പഠിച്ചാൽ അനുഗ്രഹിക്കപ്പെടും, അടിമകൾ നഷ്ടപ്പെടും. അതുകൊണ്ട് ജനത്തോട് പറയും ചാടിത്തുള്ളിപ്പോക്കോ ചാടിത്തുള്ളിപ്പോക്കോ ചാടിത്തുള്ളിപ്പോക്കോ, വട്ടം കറങ്ങിക്കോ നീളം കറങ്ങിക്കോ, ഒരിക്കലും ഒന്നും ഉണ്ടാകുകയില്ല. ജീവിതകാലം ഏറ്റവും താഴേക്കടയിലുള്ളവരെ ചർച്ച് തൂത്തുവാരാനെടുക്കാം. അതിൻ്റെ മുകളിലുള്ളവരോട് പറയാം ഞങ്ങൾ പ്രാർത്ഥിക്കാം, നിങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് വീതം ഇങ്ങോട്ട് കൊണ്ടുപോകാം. പക്ഷെ ജനം ഒരിക്കലും അനുഗ്രഹിക്കപ്പെടുകയില്ല എന്നുള്ളതാണ് അതിനകത്തെ സത്യം. എന്നാൽ പൊതുജനത്തോട് പറയട്ടെ, വിശ്വാസികളുടെ സാധാരണ ആളുകളോട് പറയട്ടെ, നിങ്ങൾ ദൈവത്തെ വീണ് നമസ്കരിക്കുന്നെങ്കിൽ, സാഷ്ടാംഗം ദൈവത്തെ വീണ് നമസ്കരിക്കുന്നെങ്കിൽ, ദൈവം ഭയം മാറ്റുകയും സാഹചര്യം മാറ്റുകയും പുതുവഴികൾ ദൈവം തുറക്കുകയും ചെയ്യും. അതെൻ്റെ ജീവിത അനുഭവത്തിൽ നിന്ന് ഞാൻ പറയാം. പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവേ, പരിശുദ്ധാത്മാവായ ഞങ്ങളുടെ നല്ല ദൈവമേ, ജനത്തിൻ്റെ ഉള്ളം തുറന്നു കൊടുക്കണമേ. അവർ സത്യം തിരിച്ചറിയുവാൻ ദൈവം ഇടയാക്കണമേ. കർത്താവെ, നേതാക്കന്മാർ മറച്ചു വെച്ചിരിക്കുന്ന സകല കൊള്ളരുതായികളും കർത്താവെ അത് അങ്ങ് തന്നെ വെളിയിൽ കൊണ്ടുവരികയും അങ്ങയുടെ ജനം അനുഗ്രഹിക്കപ്പെടുവാൻ ദൈവം ഇടയാക്കുകയും ചെയ്യണമേ. കേരളം മുഴുവനുള്ള മനുഷ്യൻ ഈ ആരാധനയുടെ സത്യം മനസ്സിലാക്കുവാൻ ദൈവം ഹൃദയം തുറന്നു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ച കൃപയ്ക്കും അങ്ങയുടെ സാന്നിധ്യം ഓരോ ഭവനത്തിനകത്തും ഇറങ്ങേണ്ടതിന് പ്രാർത്ഥിക്കുന്നു. ഓരോ വ്യക്തികൾക്കകത്ത് നിറയേണ്ടതിനും ഭവനങ്ങൾക്കകത്ത് നിറയേണ്ടതിനും പ്രാർത്ഥിക്കുന്നു. പിശാചും അവൻ്റെ ഇരിപ്പിടങ്ങളും അവൻ്റെ ഉപദ്രവങ്ങളും നസ്രയനായ യേശുവിൻ്റെ നാമത്തിൽ എന്നെ ശ്രമിക്കുന്ന ഓരോരുത്തരുടെയും ജീവിതത്തിൽ നിന്ന് വിട്ടുമാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ച കൃപയ്ക്ക് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.